അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് പറയുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക. എന്നിട്ട് ജീവിതത്തിൽ അത് നിങ്ങൾ കൊണ്ടുവരിക. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ മുന്നിൽ അവസരങ്ങളുള്ള ഈ നിമിഷങ്ങൾ മുതൽ നമ്മുടെ മുന്നിൽ അവസരങ്ങളുള്ള ഒരു അമലാണ്. ഈ ഒരു അവസരത്തിൽ നമ്മൾ ഈ അമല് നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മൾ ചെയ്യണം. നമ്മൾ അള്ളാഹുവായിട്ട് കൂടുതൽ അടുക്കണം. അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ടാവും. പിന്നെ നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് നമുക്ക് ഇഹത്തിലും പരത്തിലും വിജയിക്കണം. ഈ ദുനിയാവിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ എടുക്കണം. എന്നാലേ നമുക്ക് നാളെ ആഖിറത്തിൽ വിജയിക്കാനാവും. അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കുകയും നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങൾ നടന്നു കിട്ടുകയും സാമ്പത്തികമായിട്ടൊക്കെ മുന്നോട്ട് കിട്ടുകയൊക്കെ ചെയ്യണം. ഐശ്വര്യം കിട്ടണം. ഇഹത്തിലും പരത്തിലും നമുക്ക് വിജയം കിട്ടണം. എന്നാലാണ് നമുക്ക് സന്തോഷമുണ്ടാവുക. അതിനായിട്ട് അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളെ നമ്മൾ ആരാധിക്കണം. ആ ഒരു ദിവസങ്ങൾ നമ്മൾ പ്രത്യേകത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ അള്ളാഹുവായിട്ട് കൂടുതൽ അടുക്കണം. ഇനി വരുന്ന നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങളിൽ റമളാൻ കഴിഞ്ഞാലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലുള്ള ആദ്യത്തെ 10 ദിവസം. ഈ ദുൽഹിജ്ജ മാസത്തിലുള്ള ആദ്യത്തെ 10 ദിവസം നമ്മൾ ഒരുപാട് ദിക്റുകളും ദുആകളൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവായിട്ട് അടുക്കണം. പ്രത്യേക സൂറത്തുകളൊക്കെ ഉണ്ട്. ദുൽഹിജ്ജ ആദ്യ 10 നമ്മൾ ഫജ്ർ സൂറത്ത് ഓതുക. ഫജ്ർ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടും. ദുൽഹിജ്ജ ആദ്യ 10 ദിവസങ്ങളിൽ മഗ്‌രിബിന് ശേഷമോ ഇശാഇന് ശേഷമോ നമ്മൾ പതിവാക്കിയാൽ 10 ദിവസം മുടങ്ങാതെ നമ്മൾ ഓതുകയാണെങ്കിൽ നമുക്ക് അള്ളാഹു ചെയ്തു പോയ പാപങ്ങൾ പുറത്തു തരും. അതുപോലെ ദുൽഹിജ്ജ മാസം മുതൽ നമ്മളത് ആ ഒരു മാസം മുഴുവൻ കണ്ടിന്യൂ ആയിട്ട് ഓതുകയാണെങ്കിൽ നാളെ മഹ്ശറയിൽ ഈ ഫജ്ർ സൂറത്ത് നമ്മുടെ ഒരു പ്രകാശമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു മാസം നിങ്ങൾ ഈ സൂറത്ത് ഓതുക. എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദുആ ചെയ്യുക. ഉറപ്പായിട്ടും അള്ളാഹു സാധിപ്പിച്ചു തരും. ഈ ഒരു ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഫജ്ർ സൂറത്ത് ഓതുകയും ഒപ്പം തന്നെ നിങ്ങൾ സദക്ക ധാരാളം കൊടുക്കുകയും ചെയ്യുക. ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ നമുക്കതിന് പ്രത്യേകം പ്രതിഫലം കിട്ടും. നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും മുറാദുള്ള ആഗ്രഹങ്ങൾ നിറവേറാനുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടി ദുൽഹിജ്ജ മാസത്തിൽ നിങ്ങൾ നോമ്പ് നേർച്ച വെച്ചിട്ട് നോമ്പ് നോറ്റ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഉറപ്പായിട്ടും അള്ളാഹു നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ചു തരും. ഈ ഒരു ദുൽഹിജ്ജ മാസം അത്രക്ക് ബഹുമാനമുള്ളതാണ്. ധാരാളം ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലുക. അള്ളാഹുവായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ അടുക്കാൻ കഴിയുമോ നമ്മൾ റമളാൻ മാസത്തിൽ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും തറാവീഹ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഇബാദത്തുകളും നമ്മൾ എടുക്കുക. ദുൽഹിജ്ജ മാസത്തിൽ അത്രക്ക് ശ്രേഷ്ഠതയുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.